സ്ലൊവേനിയൻ തലസ്ഥാനമായിട്ടുള്ള ലുബ്ലിയാനിയ എന്ന് പറയുന്ന ആ ഒരു നഗരത്തിലെ ലുബ്ലിയാനിയ റിവറാണ് ഈ കാണുന്നത്. ലുബ്ലിയാനിയ എന്ത് പേരല്ലേ, എനിക്ക് ആ പേരങ്ങോട്ട് ഭയങ്കരമായിട്ടൊക്കെ പിടിച്ചു. ലുബ്ലിയാനിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പേര്, അടിപൊളി പേരല്ലേ ലുബ്ലിയാനിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ലുബ്ലിയാനിയ നദീ തീരത്തൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും 2 ആഴ്ച മുന്നേ നമ്മൾ കണ്ട യൂറോപ്പിൽ അതിശൈത്യമായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശൈത്യത്തിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള മോചനങ്ങളൊക്കെ വന്നു തുടങ്ങി. ആളുകളൊക്കെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു നദീ തീരത്തൂടെയുള്ള ചെറിയൊരു വാക്ക് വേയിലൂടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എങ്ങോട്ടോന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ പലതും ഹോം സ്റ്റേകളും ഗസ്റ്റ് ഹൗസുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളാണ്. താഴെയൊക്കെ കോഫി ഷോപ്പുകളും അതിനകത്ത് പട്ടിക്കുട്ടിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മതമ്മമാരും സായിപ്പന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു എന്താ പറയുക, ശരിക്കും ഉണ്ടല്ലേ, കുട്ടിയും പട്ടിയും. കുട്ടിയെ നോക്കുന്ന എങ്ങനെയാണോ അതിനെക്കാട്ടി കെയറിലായിരിക്കും ഇവർ പട്ടികളെ നോക്കുന്നത്. അതാണ് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. നടക്കാനിറങ്ങും പട്ടിയെയും കൊണ്ട്, അതിന് അവിടെ പോകും ഇവിടെ പോകും, അങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും പോവും. ആ നദിയാണെങ്കിൽ പോലും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കും, മൊത്തത്തിൽ നമ്മളിന്ന് ലുബ്ലിയാന നഗരത്തിൽ നിന്നും നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവിടേക്ക് ഒന്ന് കറങ്ങി ട്രെയിൻ എടുത്തിട്ട് നമുക്കിനി ക്രൊയേഷ്യ എന്ന് പറയുന്ന തൊട്ടടുത്ത രാജ്യത്തേക്കാണ് പോകേണ്ടത്. ആ ക്രൊയേഷ്യയിലേക്ക് ശരിക്കും 1 മണിക്കൂർ ഇവിടെ നിന്ന് ബൈ റോഡ് പോയി കഴിഞ്ഞാൽ എത്തും. ട്രെയിനിലാണെങ്കിൽ 2-2.25 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ക്രൊയേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള സഗ്രിബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. ഒരു ചെറിയൊരു നദിയാണ്. നദിയൊന്നും പറയാൻ പറ്റില്ല, ഇതിനെ നദിയെന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഒരു ചെറിയൊരു നമ്മുടെ നാട്ടിലെ കായൽ, എറണാകുളത്തൊക്കെ ആണെങ്കിൽ കറുത്ത വെള്ളത്തിലുള്ള തോടെന്ന് നമുക്ക് പറയാം, അതുപോലെയുള്ള ചെറിയൊരു തോട്. പക്ഷെ ആ തോട് നിങ്ങൾ പോയില്ലേ? അത് ശരി, ഞാൻ കരുതി നിങ്ങൾ പോവാണെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നോ. ഞാൻ ആലോചിക്കാം എന്താ സംഭവം ആണോ, എന്നിട്ട് കണ്ട് സംസാരിച്ചോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്നാൽ അങ്ങോട്ട് പോകാം അല്ലേ? അപ്പോൾ ആ ഒരു നദിയുടെ തീരത്തൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ധാരാളം കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നമുക്കിങ്ങനെ കാണാം. ആളുകളൊക്കെ ഇങ്ങനെ പുറത്ത് ഇരിക്കുകയാണ്, വെറുതെ ഭക്ഷണം കഴിക്കുക, കാപ്പി കുടിക്കുക, ബിയർ അടിക്കുക, അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചെറിയൊരു വൈബായിട്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സജീവമായിട്ട് വരുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ, നല്ല തിരക്കുണ്ടല്ലോ. ഇത്രയും തിരക്ക് ഞാൻ ഇവിടെയും കണ്ടില്ലല്ലോ. ഇവിടെ വന്നിട്ട് ആളുകളൊക്കെ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്, പല ആൾക്കാരും. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തിനായിരിക്കും ആൾക്കാർ എന്നെ തുറച്ച് നോക്കുന്നത്? നിങ്ങളെയാണോ നോക്കുന്നത്? എന്നെയാണോ നോക്കുന്നത്? ആണല്ലേ, നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതായിരിക്കും നോക്കുന്നത്. റോഡിലൊന്നും കാണാതിരുന്ന റീസൺ എന്താണെന്നറിയോ? എല്ലാരും ഇവിടെയായിരുന്നു. ശരി, അതുകൊണ്ടാണല്ലേ. ഇത് രാമൻ ബാർ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ജാപ്പനീസ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ മിക്കത് ഹോട്ടലൊക്കെ തന്നെ അല്ലേ? അല്ലേ, ഹോട്ടലും സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. സ്ലൊവേനിയൻ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കുറേ ബോർഡുകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോഴും ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഒന്നും കഴിഞ്ഞില്ലെന്ന് അറിയത്തില്ല. പലയിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും എടുത്ത് മാറ്റിയിട്ടും കൂടിയില്ല. ഈ സെൻട്രൽ യൂറോപ്പിൽ ഈ പുതിയതായിട്ട് വന്ന രാജ്യങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു GDP മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്ലൊവേനിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ യുഗോസ്ലാവിയയിൽ നിന്നും രക്ഷപ്പെട്ട് ഉണ്ടായ പുതിയ രാജ്യങ്ങളിൽ അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞ സ്ലൊവേനിയയും ക്രൊയേഷ്യയുമാണ്. നമ്മളെ ഇവിടെ ഈ ഒരു വിൻ്റർ ടൈമിൽ ഈ ഒരു സമയത്ത് ഇത്രയും തിരക്ക് ഞാനിവിടെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, സമ്മറിൽ ഇവിടേക്ക് എന്തായിരിക്കും എന്നുള്ളത്. അത്ര തിരക്കായിരിക്കും അല്ലേ സമ്മറിൽ. ഞങ്ങളിവിടെ ഈ ഒരു നദിയുടെ തീരത്ത് ഒരു കോഫി ഷോപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, റോഡിലുള്ള ഒരു സ്ഥലം. ഇവിടെ ഇങ്ങനെ കുറേ പലക പോലത്തെ കുട്ടി മേശകൾ ഇട്ടിട്ടുണ്ട്. ഈ മേശയിൽ നമ്മൾ വന്നിരുന്നു, നമ്മളൊരു ചായയും കാപ്പിയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സാധനം ഇപ്പോൾ അദ്ദേഹം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ഒരു മിൻറ്റ് ടീ ആണ്, പിന്നെ ഇത് കോഫി. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഈ നദീ തീരത്തിരുന്നിങ്ങനെ ഒരു സായാഹ്നം ചിലവഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് ഒരു ഗ്ലാസ് വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ ഇവിടെ? അത് കൊള്ളാം കേട്ടോ. അത് എനിക്ക് രാവിലെ ഇവിടെ ചേർന്ന് ഞാൻ രാവിലെ ഓസ്ട്രിയയിലെ വിയന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു സാധനം വാങ്ങിച്ചപ്പോഴും എനിക്കൊരു ഗ്ലാസ് വെള്ളം ഫ്രീ ആയിട്ട് വന്നു. അത് വളരെ അപൂർവമായിട്ടാണ് ചില സ്ഥലങ്ങളിൽ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുക. ഇത് കോഫി കഴിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഇതൊന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മൗത്തൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം കൊണ്ട് നോക്കുന്നത്. അങ്ങനെയാണോ പരിപാടി? വാ കഴുകാൻ വേണ്ടി വയ്ക്കുന്നത്? ഇവരല്ലാണ്ട് കഴിയുകയല്ലോ, ആ ഉദ്ദേശം കൊണ്ടുണ്ടല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ബൾബൊക്കെ ഉണ്ടല്ലോ, ബൾബ് ഇവിടെ ഇതിനകത്ത് വെള്ളമൊക്കെ വീണ് കിടപ്പുണ്ട്. ഇത് കണ്ടു നോക്കി, വെള്ളമൊക്കെ വീണ് കിടക്കുന്നു. പിന്നെ ഇവിടെ റിവറിൽ അവിടെ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. സമ്മറിൽ അവിടെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. ഒരു ഗ്ലാസ് മിൻറ്റ് ടീ പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് മിൻറ്റ് ഇല ഇതിനകത്ത് ഇട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ മുക്കിയാൽ മതിയെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. നമുക്കിനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിരപ്പാര കുറച്ച് നടക്കാം. ഇവരിവിടെ പഠിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവർക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. എന്തായിരുന്നു പേര്?
ബോണി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. ഈ ആപ്ലിക്കേഷൻ വഴി ഇവർക്ക് ഒരു ദിവസം 2 നേരം വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും അത്രേ. അതായത് ഇപ്പോൾ ഒരു 6 പൗണ്ടിൻ്റെ അല്ല 6 യൂറോയുടെ ഫുഡാണെങ്കിൽ ചിലപ്പോൾ 1 യൂറോയ്ക്കോ 2 യൂറോയ്ക്കോ ഒക്കെ അവർക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പോയി ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അതെന്തിനാണ് ശരിക്കും ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത്? സ്റ്റുഡൻസിന് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒത്തിരി വർക്കിൽ ഫോക്കസ് ചെയ്യാതെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? അതാണ് മെയിൻ സംഭവം അല്ലേ. ശരിക്കും സബ്സിഡി കൊടുക്കുന്നത് പോലെ തന്നെ ഗവൺമെൻറ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുകയാണ് സ്റ്റുഡൻസിന്, കൊടുക്കുന്നൊരു ഫീച്ചറാണ്, അല്ല ഒരു എന്താ പറയുക, ഒരു ആഡ് ഓൺ ബെനിഫിറ്റാണ്. ഫ്രീ ആയിട്ട് ഫുഡുണ്ട്. ആണോ? 0 യൂറോ പൈസ കൊടുക്കാതെ തന്നെ ഫ്രീ കിട്ടും അല്ലേ? ഞാൻ ഇനിയിപ്പോൾ പതുക്കെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാനുള്ള പ്ലാനില്ല. കാരണം യൂറോപ്പിൽ പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള കുറേ ബിൽഡിങ്ങുകൾ, ഇതേപോലെയുള്ള കുറേ ഹെറിറ്റേജ് സിറ്റികൾ, പഴയ ടൗണുകൾ, ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ട് മടുത്തുന്നേ. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ മടുത്തുന്നേ. ഇത് എന്താണ് ഇത്? എവിടെ പോയാലും ഒരേപോലെ ഒരു നദി ഉണ്ടാവും, ആ നദിയുടെ ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും കുറേ കെട്ടിടങ്ങളുണ്ടാവും, പഴയ കുറേ പള്ളി ഉണ്ടാവും, അതുണ്ടായതുകൊണ്ട് സെയിം കാഴ്ചകൾ. നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ രാജ്യങ്ങളുടെയൊക്കെ ക്യാപിറ്റൽ സിറ്റി കണക്ട് ചെയ്ത് പോയി കവർ ചെയ്ത് മൊത്തം തീർക്കാമെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ നൈസായിട്ട് അതൊന്ന് പ്ലാൻ മാറ്റി ക്യാപിറ്റൽ സിറ്റീസ് ഒഴിവാക്കി വേറെ സ്ഥലങ്ങൾ, വില്ലേജസ് പിടിച്ചാലോ എന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. നോക്കട്ടെ. തണുപ്പില്ലെന്ന് ആരാ പറഞ്ഞേ? തണുപ്പുണ്ടായിരുന്നു. ആ വെയിലങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും തണുപ്പ് തുടങ്ങി. ഈ സ്ലൊവേനിയക്കാരുണ്ടല്ലോ, ഇവർ സ്കേറ്റിങ്ങിൻ്റെ ആശന്മാരാണ്. അതായത് സ്കേറ്റിംഗ് ധാരാളമുള്ള ഒരു രാജ്യം കൂടിയാണ് സ്ലൊവേനിയ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ സ്കേറ്റിംഗ് പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് ഉണ്ടല്ലേ. അതാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ സ്കീയിങ് ഉണ്ടല്ലോ, നമ്മൾ ഈ മലയുടെ മേളിൽ കയറിയിട്ട് സ്കീയിങ് ചെയ്ത് വരുന്ന സംഭവം, നമ്മുടെ എവറസ്റ്റ് കീഴടക്കുക എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ എവറസ്റ്റിൽ പോയിട്ട് അത് സ്കീയിങ് ചെയ്ത് താഴേക്ക് വരിക എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്തത് 2 സ്ലൊവേനിയക്കാരാണ് ആദ്യമായിട്ട് ചെയ്ത് റെക്കോർഡ് ഇട്ടത്. ഇവർ അതുപോലെയുള്ള കുറച്ച് അഡ്വഞ്ചറസ് കാര്യങ്ങളിൽ അത്യാവശ്യം നല്ല പ്രിയരായിട്ടുള്ള ആളുകളാണ്. ഇതൊരു ഫ്രൈഡേ മാർക്കറ്റ് ഏരിയ ആണ്. ഇപ്പോൾ ഫ്രൈഡേ അല്ലാത്തതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് അവിടെ ആരുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു നദിയാണെന്നുണ്ടെങ്കിൽ ആ നദിയുടെ മുകളിലൂടെ ധാരാളം ചെറിയ പാലങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ മറ്റേ ഹംഗറിയിലെ മമ്പൂട്ടി പാലത്തിൽ കണ്ട പോലത്തെ ചെറിയ ഓരോ സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇത് യൂറോപ്പിലും ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. യൂറോപ്പിലുണ്ട് ഈ പരിപാടി. ഇത് കണ്ടില്ലേ, പേരെഴുതിയിട്ട് അതായത് ലവ് ലോക്ക് എന്ന് പറയുന്ന സംഭവം, പേരെഴുതിയിട്ട് കപ്പിൾസ് ഇങ്ങനെ ഒരു ലോക്ക് കൊണ്ടിടുന്ന പരിപാടി അത് ഇവിടെ ഉണ്ടല്ലേ. വളരെ വിരൂപമായിട്ടുള്ള ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു. ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് നേരം ഇരുട്ടുന്നത്. സമയം ഇപ്പം 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. 5 മണിയാകുമ്പോൾ നേരെ ഇരുട്ടും. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാൻ വീട്ടിൽ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൺസെറ്റ് ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ ഒരു നദിയും പിന്നെ സമീപത്തുള്ള ആ ഒരു ഏരിയയും എല്ലാം കൂടെ നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പുള്ളി നിൽപ്പുണ്ട്. അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു പുള്ളിയാണ്. പുള്ളി ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ് ഓഫ് ഹോപ്സ് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ സെൽഫ് ഓൺ ദ പ്ലാനറ്റ് ഓഫ് ദ പീസ് വിത്ത് ഫ്ലാഗ് ഓഫ് യുവർ കൺട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് യുദ്ധം നടക്കുന്ന കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ നിങ്ങൾ ആ രാജ്യത്ത് നിന്നുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് തന്നെ ഐ ഡോണ്ട് വാണ്ട് വാർ ഇൻ മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ഒരു ആളിവിടെ നിന്ന് ഇവിടെ കൂടെ പോകുന്ന ആളുകളെയൊക്കെ ക്യാൻവാസ് ചെയ്ത് അയാളവിടെ ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽസ് ഇൻവോൾവ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പരിചയമുള്ള പല രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. തുർക്കിയും പാകിസ്ഥാനും അങ്ങനെ പല രാജ്യങ്ങളുടെ ഫ്ലാഗുകളും ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു ഡ്രാഗൺ ബ്രിഡ്ജ് എന്നും പറഞ്ഞുകൊണ്ടൊരു ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഈ ഡ്രാഗൺ എന്ന് പറയുന്നത് ഈ സ്ലൊവേനിയയുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇവിടുത്തെ സുവനീറുകളിലും ബാക്കിയുള്ള സംഭവങ്ങളിലും എല്ലാം നമുക്ക് പല സ്ഥലത്തും ഡ്രാഗൺസിനെ കാണാൻ സാധിക്കും. ഇപ്പോഴും ഇവിടുത്തെ കാടുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഡ്രാഗൺ ഉണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എവിടെ പോയാലും ഉണ്ടല്ലോ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. എന്താണ് ഇതിൻ്റെ പേര്? റിക്ഷ കറി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ശരിക്കും ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു പഴയ ഒരു ഏരിയ കൂടെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പഴയ സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പം അതിലൂടെ ഒന്നും വാഹന ഗതാഗതങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനെ
ഇത്തരത്തിലിങ്ങനെ നടന്ന് മാത്രം പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ സൈക്കിളിൽ മാത്രം പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളും പിന്നെ റെസ്റ്റോറൻറ്റുകളും പിന്നെ സുവനീർ ഷോപ്പുകളും അങ്ങനെ സംഭവങ്ങളും, മുകളിലൊക്കെ ഗസ്റ്റ് ഹൗസുകളും അങ്ങനത്തെ സംഭവങ്ങളും അതൊക്കെ ആയിരിക്കും കൂടുതലും. ഞാൻ ഇന്ന് ഞാൻ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ക്രൊയേഷ്യയിലേക്ക് പോവുകയാണ്. ക്രൊയേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള സാഗ്രബ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. സാഗ്രബിലേക്ക് ഇവിടെ നിന്ന് 2 മണിക്കൂർ ട്രെയിൻ യാത്രയേ ഉള്ളൂ. ബസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല. കാറിൽ പോകുകയാണെങ്കിലൊക്കെ 1 മണിക്കൂറൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാഗ്രബിലെത്തും. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ നമുക്ക് വൈകിട്ട് 6:45 ട്രെയിനുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ 8:45 നമ്മൾ ക്രൊയേഷ്യയിലെത്തും. ഇതല്ലേ, ഇവിടെ നിന്ന് കയറി 2 മണിക്കൂർ കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ പോകുന്ന പോലെ അടുത്ത രാജ്യത്താണ് പോകുന്നത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നടന്ന് നമ്മുടെ ലുബ്ലിയാനയിലെ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലെത്തി. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ബസ് പോകുന്നൊരു വഴി ഞാൻ കണ്ടു. അയ്യോ, എത്ര നേരമായതറിയാം ഒരു വണ്ടി കണ്ടിട്ട്. ശരിക്കും ഇതൊരു വല്ലാത്തൊരു നഗരം കേട്ടോ ഇത്. എന്ത് കഷ്ടമാണെന്നറിയോ. അത് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ശോക അവസ്ഥയായിരുന്നു. കാരണം ആളും പേരും പോലും ഇല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലും അടവാണ്. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ടബാസ്കോ സോസിൻ്റെ കുപ്പിയുടെ അടപ്പ് പൊട്ടിയായിരുന്നു. അത് വാങ്ങിക്കാൻ ചെയ്ത് 2-3 സൂപ്പർ മാർക്കറ്റ് നോക്കിയപ്പോഴത്തേക്കിനും സൂപ്പർ മാർക്കറ്റൊക്കെ അടവാണ്. ഇത് എങ്ങോട്ടേക്കോ പോകുന്നൊരു ഇതൊരു ബസ് സ്റ്റോപ്പാണ്. റോഡും നിരത്തുകളും ബാക്കിയുള്ള സംഭവങ്ങളും അതിലേക്ക് വൃത്തി നോക്ക്. സ്ലൊവേനിയ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ രാജ്യത്ത് പോലും എത്ര വൃത്തിയായിട്ടാണ് ഓരോ സംഭവങ്ങളും. ഈവൻ ട്രെയിനാണെങ്കിൽ പോലും ബസ്സാണെങ്കിൽ പോലും എന്താണെങ്കിൽ പോലും എന്ന് കാണുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ. ഇറ്റ്സ് വെരി ഇംപ്രസീവ് അല്ലേ. നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? എന്നാ നീ പോകണോ? അപ്പോൾ ശരി, കാണാം. ഓക്കെ, ബൈ. നിങ്ങൾ പോകുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. ശരി, ഓക്കെ. എനിക്ക് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിക്ക് 2 മണിക്കൂർ സമയമുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് എൻ്റെ ട്രെയിനുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ തേരപ്പാരം നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അതൊക്കെ ഒരു കട പോലും മര്യാദയ്ക്ക് തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സൺഡേസിൻ്റെ അവസ്ഥ. എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവരൊന്നും സൺഡേ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന് തോന്നുന്നു. ഷോപ്പിങ്ങിന് പോലും ഇറങ്ങത്തില്ല ഇവർ. ഷോപ്പിംഗ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇറങ്ങുന്നത്? അവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇരുന്നില്ലേ അവിടെ ഇരുന്ന് ബിയറൊക്കെ കഴിച്ച് രാത്രി വരെ അവിടെ തന്നെ ഇരിക്കും. സൺഡേസ് അത് വേറൊരു പരിപാടിയില്ല. ഔട്ട്സൈഡ് ലുബ്ലിയാന പോകും, വണ്ടി എടുത്തൊരു വീടെല്ലാം വിടും. പിക്നിക്കിനും കാര്യങ്ങളൊക്കെ. ഇതേ സെയിം അവസ്ഥയായിരുന്നു നമ്മൾ എവിടെ പോയപ്പോഴാണ് ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോഴും നമ്മൾ കണ്ട സെയിം സംഭവങ്ങൾ. അതായത് വൈകിട്ട് 5 മണിയാകുമ്പോഴേ എല്ലാവരും അടയ്ക്കും. പിന്നെ സൺഡേസൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ അനക്കവും ബഹളവും ഒന്നും ഉണ്ടാകത്തില്ല. ആകെ ഓപ്പൺ ആയിട്ടുണ്ടാകുക റെസ്റ്റോറൻറ്റും ബാറുകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. ഷോപ്പിങ്ങോ മുടി വെട്ടാനോ അങ്ങനത്തെ സംഭവങ്ങളോ ഒരു പരിപാടികളും ഉണ്ടാവില്ല എന്നുള്ളതാണ് സൺഡേസിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇതിന് മാത്രം ഒരു അവധി ഉണ്ടാവില്ല. ഇതെല്ലായിടത്തും ഉണ്ടോ? ഇത് കണ്ടിട്ട് ഒരു ഐറിഷ് പബ്ബാണെന്ന് തോന്നുന്നു. ഇതായിരുന്നു നല്ല സംഭവം. ഞാൻ നോക്കുമായിരുന്നു ഈ പുള്ളി ഇത് എങ്ങോട്ടാണ് വന്ന് കയറുന്നുള്ളത്. എനിക്ക് ഇത് കണ്ടില്ലേ, അതിൻ്റെ മേളിൽ കൂടെ ചവിട്ടി കയറി വന്നിട്ട് അടിപൊളി. ഇവരെല്ലാം അഡ്വഞ്ചറിൻ്റെ ആൾക്കാരാട്ടോ. ഇവിടെ റോഡിന് നടക്കൊരു സാധനം വെച്ചിരിക്കുന്നത്, മിറർ പോലത്തെ ഒരു സാധനം വെച്ചിരിക്കുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് മിറർ. ഇതൊരു വെറുതെ ചുമ്മാ കാണുന്നൊരു മിററല്ല. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് എന്ത് മീറ്ററാണത്? എന്തോ ആനോമീറ്ററോ അങ്ങനെ എന്തോ സാധനമാണ്. എന്തോ വെച്ചിട്ട് എന്തോ ഒരു സാധനമുണ്ട്. മീഡിയം പൊല്യൂഷൻ, ലോ പൊല്യൂഷൻ, ഹൈ പൊല്യൂഷൻ, വെരി ഹൈ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മീഡിയം പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. ഇവിടെ എന്തോന്ന് പൊല്യൂഷനാണ്. ഇവിടെ പൊല്യൂഷൻ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ എന്തുവാണ് ഇവിടെ പൊല്യൂഷൻ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് വണ്ടികളും ബാക്കിയുള്ള സംഭവങ്ങൾ വണ്ടി പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് എന്തോന്ന് പൊല്യൂഷനാണ് വെച്ചിരിക്കുന്നത് ആർക്കറിയാം. അപ്പോൾ ശരി, കാണാം. ബൈ 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 ബൈ. നിങ്ങളുടെ പേരെന്താ? ഞങ്ങളിവിടെ വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു. നിങ്ങളിപ്പോൾ വന്നല്ലേ ഉള്ളൂ. ശരി, അപ്പോൾ കാണാം. ബൈ. ഓക്കെ. അവർ എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അറിഞ്ഞപ്പോഴത്തേക്കിനും. സോ അങ്ങനെ കുറച്ചു നേരം ഈ ഒരു രാജ്യത്ത് അവരോടൊപ്പം ചിലവഴിച്ചു. എന്തായാലും ഒരു രാജ്യത്ത് വരിക, രാജ്യത്ത് ഏതാനും മണിക്കൂറുകൾ നിൽക്കുക, ആ രാജ്യ തലസ്ഥാനത്തെ കുറച്ച് കാഴ്ചകൾ കാണുക, എന്നിട്ട് അടുത്ത രാജ്യത്തേക്ക് പോവുക. നഗരങ്ങൾ എറണാകുളത്ത് വന്ന് കാഴ്ചകൾ കണ്ടു, തൃശ്ശൂർ പോയി കാഴ്ചകൾ കണ്ട്, കോഴിക്കോട് പോവുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണേ. എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. ഇത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ഞായറാഴ്ച ലൈറ്റുണ്ട്, പക്ഷേ ഇതൊന്നും തുറക്കത്ത് പോലും ഇല്ല. അതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. സൂപ്പർ മാർക്കറ്റ് പോലും കിട്ടില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ. എന്ത് ശോകമാണെന്നറിയുമോ. വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇത് ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടൽ, ഈ കാണുന്നത് ഗ്രാൻഡ് പ്ലാസ ഹോട്ടൽ. പണ്ടൊരിക്കൽ നമ്മുടെ റൊണാൾഡോ വന്ന സമയത്ത് പുള്ളിയോടെ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. കാര്യം പറഞ്ഞ റെയിൽവേ സ്റ്റേഷനകത്ത് മെഗ്ഡി ഉണ്ട്. അതിൻ്റെ മെഗ്ഡിയിലുണ്ട് ഞങ്ങൾ. ഞാനേ
എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇവിടെ സ്ലൊവേനിയയിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ ട്രെയിനിലെത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു പലരോടും. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിനും എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞ 1-2 ആൾക്കാർ അവിടെ എന്നെ കാത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവസാനം ഇപ്പോൾ തിരിച്ചു പോകുന്നേരം ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴാണ് എന്നെ കാത്ത് 2 മണി മുതൽ അവിടെ നിൽക്കുന്ന വേറെ ഒരു 3 പേര്. അപ്പോൾ ഞാൻ ഇത്ര നേരം കറങ്ങി നടന്ന 3 പേര് വേറെ ആൾക്കാർ, ഇവർ 3 പേര് വേറെ ആൾക്കാരുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെ കാത്ത് 2 മണി മുതൽ അവിടെ കുറച്ച് 3 പേര് കാത്തിരിക്കുകയായിരുന്നു. അവർ പോകാറായപ്പോഴാണ് ഞാൻ അവരുടെ മെസ്സേജ് കണ്ടത്. സമയം ഇപ്പോൾ 5 മണിയായി. 3 മണിക്കൂർ അവരെന്നെ കാത്ത് അവിടെ ഇരുന്നു. കഷ്ടമുണ്ട് ആലോചിക്കുക. ഞാൻ അറിഞ്ഞില്ലേ ഇത് വേറെ ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും പല ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിട്ട് വന്നത്, ആരൊക്കെയാണ് വരാതിരുന്നത്, എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി. അയ്യോ, ഞാൻ എന്തായാലും പോയി അവരെ മീറ്റ് ചെയ്യട്ടെ. യൂറോപ്പിലെ ഒരു ബസ് സ്റ്റാൻഡാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. നോക്കൂ, ലുബ്ലിയാന ബസ് സ്റ്റേഷൻ. ഇതാണ് ലുബ്ലിയാന ബസ് സ്റ്റേഷൻ. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ ബസ് സ്റ്റേഷനുള്ളത്. അപ്പോൾ ഈ ബസ് സ്റ്റേഷനിൽ വന്നാൽ ഇവിടെ അകത്ത് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കാം, ബസ്സിൽ കയറി പോകാം. ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കുമാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. പല രാജ്യങ്ങളിലേക്കും, സ്വിറ്റ്സർലൻഡ് അടക്കം പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് ബസ്സുകൾ, ഫ്ലെക്സ് ബസ് പോലെയുള്ള പല ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഇതല്ലേ ലുബ്ലിയാന മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു വണ്ടിയാട്ടോ. ഉള്ളതല്ലേ, എങ്ങോട്ടോ പോകുന്ന വണ്ടിയാണ്. എന്നെ കാത്തു നിന്നേ. എൻ്റെ ദൈവമേ, ഐ ആം സോറി കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കിനും ഞാൻ വന്നപ്പം ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനകത്ത് പ്ലാറ്റ്ഫോമിൽ 3 പേര് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ 3 പേര്. എന്നെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പിന്നെ ആരാ വരുന്നേ എന്നറിയില്ലല്ലോ. നമ്മൾ തമ്മിൽ ഡയറക്റ്റ് അല്ലല്ലോ മെസ്സേജ് അയച്ചത്. അതാണ് അവിടെ കൺഫ്യൂഷൻ ആയി പോയത്. നിങ്ങൾ പഠിക്കുകയാണോ ഇവിടെ? ആണോ? ഇയാളോ? ഞാനും പഠിക്കുക. ആണോ? ഞാൻ ടൂറിസം പഠിക്കുന്നു. ആണോ? ഞങ്ങളാണെങ്കിൽ ഇവിടെ സാസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി റേൻ പറഞ്ഞില്ലേ, ആണോ? എത്ര വർഷമായി വന്നിട്ട്? ഇന്നൊരു വർഷം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്താ പേരെന്താ? മെലീസ. ടോം. എവിടെ നാട്ടില്? പത്തനംതിട്ട. എവിടെ? തിരുവല്ലയോ? കോട്ടയം. ശരി, ഞാൻ കോഴഞ്ചേരിയാ. നാട്ടുകാരാ? അത് ശരി. ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. നമുക്ക് അവിടെ കയറി ഒരു ചായ കുടിക്കാം. ബാ. അപ്പോൾ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട്. എന്നെ കാത്ത് 2-3 മണിക്കൂർ ഇവിടെ പോസ്റ്റ് അടിച്ച് ഇരുന്നതാണ് ഇവർ. ഞങ്ങളിപ്പോൾ ഒരു 1/4 മണിക്കൂർ ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഇവരോട്. അല്ലാതെ എന്താ ചെയ്യുക, വീണ്ടും പോസ്റ്റ് ആക്കണ്ട. ഞാൻ സോറിയുടെ, ഞാൻ അറിഞ്ഞില്ല നിങ്ങളിവിടെ എന്നെ കാത്തിരിക്കുകയാണെന്ന്. ഞാൻ നോക്കിയില്ല. സൺഡേ വെറുതെ പോയി. ഞങ്ങളിവിടെ മെഗ്ഡിയിലുണ്ടായിരുന്നു, മണ്ടയ്ക്കുണ്ടായിരുന്നു. ഇവരിവിടെ പഠിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും പഠിത്തമൊക്കെ നടക്കട്ടെ. പഠിത്തം കഴിഞ്ഞ് ഇവിടെ കൂടാനാണോ തിരിച്ചു പോകുമോ? ഒന്നും തീരുമാനിച്ചില്ല, നോക്കണം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവരോട് കുറേ നേരം ഇരുന്ന് ചായ കുടിച്ച് പാവം പിള്ളേർ കഷ്ടമുണ്ടെന്ന് ആലോചിക്കുക. എന്നെ ഇവിടെ 2-3 മണിക്കൂർ കാത്തിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക്. അപ്പോൾ ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഇപ്പം രാത്രിയല്ല, വൈകിട്ട് 6:50 എൻ്റെ ട്രെയിൻ. 6:50 നമ്മുടെ ട്രെയിനിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് ലോക്കർ റൂമിൽ വന്നിട്ട് എൻ്റെ ബാഗ് എടുക്കണം. അതായത് എൻ്റെ ബാഗ് ഞാനിവിടെ ലോക്കർ റൂമിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ലോക്കർ റൂമിൽ വെച്ച സമയത്ത് ഒരു QR കോഡ് വന്നായിരുന്നു. ഈ QR കോഡ് എവിടെയാണ് സ്കാൻ ചെയ്യുന്നത്? ഇവിടെ അല്ലേ? ഇതെന്താ ലാംഗ്വേജ്? അയ്യോ, അതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അയ്യോ, പണിയായോ? ഒഡക്ലെനിയോ എന്തോന്നടേ ഇത്? എന്തായാലും എൻ്റെ ബാഗ് അത് ഒഡക്ലെനി ഞെക്കിച്ച് എന്തോ സാധനം ഞെക്കിയപ്പോഴത്തേക്കിനും ഇവിടെ എൻ്റെ ബാഗിൻ്റെ ഇത് തുറന്നു. അതെന്തായാലും ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഇതിന് ശരിക്കും 6 യൂറോ അങ്ങാണ്ട് കൊടുക്കേണ്ടി വന്നു ഇവിടെ ബാഗ് വെക്കുന്നതിന്. ഒരു 3-4 മണിക്കൂർ ഈ ബാഗ് അവിടെ വെക്കുന്നതിന് വേണ്ടിയാണ് അത്രയും പൈസ ആയത്. സോ അത് ഭയങ്കര വേർത്തായിരുന്നു. വേർത്തെന്ന് പറഞ്ഞാൽ ഈ ബാഗ് ഞാൻ ചുമ്മിക്കൊണ്ട് നടക്കണ്ടില്ലെങ്കിൽ. നമ്മുടെ നാട്ടിലേക്ക് ലോക്കർ റൂമിൽ സ്റ്റാഫില്ലേ? ഇവിടെ ഒന്നും സ്റ്റാഫ് പോലും ഇല്ല. ഒരു ഒറ്റ മനുഷ്യനില്ലാതെ ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോക്കർ റൂം. അതാണ് സംഭവം. അതായത് സ്പേസിൻ്റെ റെൻറ്റ് മാത്രം കൊടുത്താൽ മതിയല്ലോ, വേറെ ചിലവൊന്നും ഇല്ലല്ലോ. അതെന്തായാലും ഭയങ്കര സംഭവമായിപ്പോയി. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വർക്കും ഒക്കെ നടക്കുകയാണ്. മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച്
ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സിക്സ്ഡ് റെൻ്റ് എ കാർ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ റെൻ്റ് എ കാർ കമ്പനികളുടെയും ഓഫീസുകൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതായത് നമുക്ക് അത്രയും ആളുകൾ ഇവിടെ റെൻ്റ് എ കാർ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് ഇനിയിപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു അരമക്കാൽ മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് ഏതാണ്ട് ഇവിടെ ഈ കാണുന്നത് ലെഫ്റ്റിൽ കാണുന്നത് ഒരു മെക്ഡൊണാൾഡ്സ്, പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് ടിക്കറ്റ് കൗണ്ടർ, പിന്നെ ഇങ്ങോട്ട് ചെറിയൊരു സ്റ്റേഷൻ ഇത്രയേ ഉള്ളൂ ആകെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ബാറുണ്ട്. ഇത് കണ്ടോ, റെയിൽവേ സ്റ്റേഷനകത്താണ് ഈ കാണുന്നത് ഒരു ചെറിയൊരു ബാർ കൗണ്ടർ. അവിടെ ബിയറൊക്കെ കഴിക്കുന്നു, അപ്പൂപ്പന്മാരായിട്ടിരുന്ന് ബിയറൊക്കെ കഴിക്കുന്നു. പിന്നെ ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ, ഇൻഡോർ സീറ്റിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാർ, ഡ്രിങ്ക്സ്, ബിയർ അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ അകത്ത് തന്നെ ഇരുന്ന് കഴിക്കാം. എന്താ സെറ്റപ്പ് അല്ലേ, ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നോക്ക്, ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇവിടെ തറ ടിക്കറ്റ് എടുത്തു. ഇവിടെ 1.25 മണിക്കൂർ സമയമുണ്ടല്ലോ, സോ ലെറ്റ്സ് വെയിറ്റ് ഹിയർ. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ തറയിലിരിക്കുന്നത്, വേറെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ സമയം ഏകദേശം ആയെന്ന് തോന്നുന്നു. ട്രെയിൻ മിക്കവാറും വന്നിട്ടുണ്ടാവും. പുറത്ത് നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അകത്ത് തന്നെ ഇരുന്ന് ഇത്ര നേരം. അകത്ത് അവിടെ കുറേ നേരം ഇരുന്ന്. പണി നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടേ സൗകര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ രാജ്യം ഉണ്ടായിട്ട് 10-30 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ പല സംഭവങ്ങളും ഇവർ പുതിയതായിട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ശരിക്കും ഇതൊരു പഴയ സ്റ്റേഷനാട്ടോ. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അത്രയും പോലും സൗകര്യമില്ലാത്ത ഒരു സാധാരണ സ്റ്റേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറിൽ മികച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഓസ്ട്രിയയിൽ നമ്മൾ കണ്ട എന്തായിരുന്നു, ഹൈടെക് ആയിരുന്നു പലതും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇവിടെയൊക്കെ മിക്ക കടകളിലും പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള പല ആളുകളും ജോലി ചെയ്യുന്നത് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും കടകളിലും മറ്റുമൊക്കെ. കൂടുതലും ഇവിടെ പഠിക്കാനായിട്ട് വന്ന ആൾക്കാർ പാർട്ട് ടൈം ചെയ്യുന്നവരും, പിന്നെ പഠിത്തത്തിന് വന്ന ആൾക്കാർ പഠിത്തം ഉപേക്ഷിച്ചിട്ട് ജോലി ചെയ്യുന്നവരും, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പഠിക്കാൻ വരുന്നവർ പഠിക്കണം, പാർട്ട് ടൈമൊക്കെ ചെയ്തോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പഠിക്കാൻ വരുന്നവർ പഠിക്കണം, പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം മറ്റ് പല ജോലികൾക്കും പരിപാടികൾക്കും പോകാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് കാശുണ്ടാക്കി തുടങ്ങിയുണ്ടല്ലോ, പിന്നെ പഠിക്കാൻ തോന്നില്ല. അത് എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു പാർട്ട് ടൈം വരുമാനമില്ലാതെ കണ്ട് ജീവിക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം വീട്ടിൽ അത്രയും പൈസ വാങ്ങിക്കുക, പോക്കറ്റ് മണി വാങ്ങിക്കുക, ബാക്കിയുള്ള പണം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിനുവേണ്ടി ജോലിക്ക് പോവും, ശരിയാണ്. പക്ഷേ അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ വിദേശത്തേക്ക് വന്നത് ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നഷ്ടമായി പോകും. 2 തരത്തിലുള്ള ആളുകളാണ് വിദേശത്തേക്ക് പഠിക്കാൻ വരുന്നത്. ഒന്ന് പഠിക്കണം, പഠിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് സെറ്റാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ. 2 പറയുന്നത് എങ്ങനെയും ഇന്ത്യ വിട്ട് പുറത്ത് പോയിട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ സ്റ്റുഡൻ്റായിട്ട് വരിക എന്ന് പറയുന്നത് ചിലർക്ക് ഈസിയാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 2 ട്രെയിൻ കിടപ്പുണ്ട്. ഇത് ട്രിയസ്റ്റെ സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഇറ്റലിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത്. അതായത് ഇറ്റലി നമ്മൾ ഇന്നലെ വിയന്നയിൽ വന്നില്ലേ, ആ ട്രെയിൻ അതേ പോകുന്ന പോലെ തന്നെ ഇറ്റലിയിലേക്ക് പോകുന്ന ട്രെയിൻ. അതായത് ഇവിടെ നിന്ന് 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഇറ്റലിയുടെ ഒരു ബീച്ച് സൈഡിലുള്ള സീ സൈഡിലുള്ളൊരു സ്ഥലമായി. അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് കിടക്കുന്ന ഈ ട്രെയിനാണ് നമ്മൾ പോകേണ്ട ക്രൊയേഷ്യ എന്ന രാജ്യത്തേക്കുള്ള ട്രെയിൻ. ക്രൊയേഷ്യയിലെ സഗ്രബ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. ട്രെയിനിൽ ലൈറ്റൊന്നും ഓണാക്കിയിട്ടില്ലല്ലോ, എനിക്കൊന്ന് കണക്ട് ചെയ്ത് വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ക്രൊയേഷ്യയുടെ ട്രെയിനാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് ഇവരുടെ ട്രെയിനാണെന്ന് തോന്നുന്നില്ല. ഇതിൽ ഫുള്ള് ഗ്രാഫിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എല്ലായിടത്തും ഗ്രാഫിറ്റി ആണല്ലോ. എന്തുപാടി ഇത്. ഇപ്പുറത്ത് ഇച്ചിരി വൃത്തിയുള്ള ഒരു ട്രെയിനുണ്ട്, അല്ല കോച്ചുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇവർ കണക്ട് ചെയ്ത് ഓണാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, കയറി ഇരിക്കുകയായിരുന്നു. ഓണാണോ? ഇത് ഓണാ, കയറി ഇരിക്കുകയല്ലേ. ശരി, ഈ ട്രെയിനിന് കാലിയാണോ? ഇതിനകത്ത് ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഓണാണല്ലോ, ലൈറ്റൊന്നും ഇല്ലല്ലോ. ഇതെന്താ അവസ്ഥ ദൈവമേ. ഈ ട്രെയിൻ തന്നെ അല്ലേ? ഇതെല്ലാം ഇങ്ങനത്തെ കോച്ചുകളാണ്. കണ്ടോ, ഇത് കണ്ടോ, കൂപ്പേ പോലത്തെ സംഭവം. 3 6 പേർക്ക് ഇരിക്കുകയാണ് കൂപ്പേ പോലത്തെ സംഭവം. ലൈറ്റ് ഓൺ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇരിക്കാം. അങ്ങനെ ക്രൊയേഷ്യയെ ലക്ഷ്യമാക്കി എൻ്റെ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ധാരാളം ഗുഡ്സ് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ്, പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രെയിനിനകത്ത് ലൈറ്റ് പോലും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇത് എന്തുപാടി ഇത്? ഇരുട്ടത്താണോ ട്രെയിൻ ഓടിക്കുന്നത്? ഭാഗ്യം ട്രെയിൻ വിട്ടപ്പോഴാണ് ബാറ്ററി ഓണായിട്ട് ലൈറ്റ് ഞാൻ എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. എന്തുപാടേ ഇത് സംഭവം. സീറ്റൊക്കെ കൊള്ളാം, അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കല്ലേ. പക്ഷെ ഇരിക്കാൻ വലിയ ലുക്കൊന്നും വെച്ചാൽ ഇരിക്കാൻ വലിയ സുഖമൊന്നുമില്ല കേട്ടോ.
സാധാരണ എന്താ പറയുക സീറ്റാണെങ്കിൽ ഇതിലും അടിപൊളിയായിരുന്നു. ഇത് കാണുമ്പോൾ ഭയങ്കര കൂപ്പേ പോലത്തെ ട്രെയിനാണ്. പക്ഷേ ഇത് ഇങ്ങനത്തെയാണ് ബേസിക്കലി. ഇത് പഴയ കോച്ചുകളാണ്. പഴയ കോച്ചുകളൊക്കെ ഇത്തരത്തിലാണ്. ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്, ലഗേജൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. കൊള്ളാമല്ലേ സംഭവം? ഇവിടെ കണ്ടോ പഴയ ട്രെയിനിൻ്റെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇത് എനിക്ക് ഉറപ്പാണ് ഇത് ക്രൊയേഷ്യയുടെ ട്രെയിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ക്രൊയേഷ്യൻ നമ്മുടെ യുഗോസ്ലാവിയയിൽ നിന്നും ഉണ്ടായ ഒരു രാജ്യമാണ്. യുഗോസ്ലാവിയയുടെ രക്തത്തിൽ നിന്നും പിറന്ന പുതിയൊരു രാജ്യമാണ് ക്രൊയേഷ്യയും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ സ്ലോവേനിയ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ യുഗോസ്ലാവിയയുടെ രക്തത്തിൽ നിന്നും ഉണ്ടായ പുതിയ രാജ്യങ്ങളാണ്. ഈ ട്രെയിനും കാലിയാണ്, വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ കട സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്രൊയേഷ്യ എത്തും. ക്രൊയേഷ്യ വേറെ ഏതൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി നിർത്തിയേ. പ്ലാറ്റ്ഫോമിൽ നിന്നേക്ക് മീഡിയ ബാർ എന്ന്. എന്തുപാട് ഇത് റെയിൽവേ സ്റ്റേഷനകത്തെല്ലാം ബാറാണ് ഇവിടെ. 1 മണിക്കൂറായി, ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മൾ നമ്മുടെ ക്രൊയേഷ്യ എത്താനായിട്ട്. ഇവിടെ നിന്നൊരു അരമണിക്കൂറോടെ കഴിഞ്ഞാൽ നമ്മൾ ക്രൊയേഷ്യയിലേക്ക് കയറും. ഏതോ ഒരു നദിയുടെ തീരത്തൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനലിൻ്റെ ഇടയ്ക്കൂടെ കാറ്റൊക്കെ അകത്ത് കയറുന്നുണ്ട്, തണുത്ത കാറ്റ്. നമ്മളിപ്പോൾ ഡൊബോവ എന്ന് പറയുന്ന ഒരു ബോർഡർ ടൗണിലെത്തിയെന്ന് തോന്നുന്നു. ടൗണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ എന്തോ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ആരുമില്ല പുറത്തൊന്നും. ട്രെയിനിനകവും കാലിയാണ്, പുറത്തും കാലിയാണ്, മൊത്തം കാലിയാണ്. സമയം രാത്രി 8:45. എനിക്കാണ് ഉറക്കം വന്നിട്ട് അങ്ങ് അറ്റമായിരിക്കുവാണ്. ഞാൻ നല്ല ജെറ്റ്ലാഗാണ്. ഞാൻ ഇന്നലെ വന്നല്ലേ ഇവിടെ നാട്ടിൽ നിന്ന്. ഞാനിവിടെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ്. ഭയങ്കര മടുപ്പായി. എത്തും ലേറ്റ് 10 മിനിറ്റ്. അങ്ങനെ ഫൈനലി നമ്മൾ ക്രൊയേഷ്യയിലെത്തിയിരിക്കുകയാണ്. ക്രൊയേഷ്യയിൽ സഗ്രിബ് എന്ന് പറയുന്ന ഇവരുടെ തലസ്ഥാന നഗരത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്തല്ലേ, നമ്മൾ എറണാകുളത്ത് നിന്ന് കയറി ആലപ്പുഴയിൽ വന്ന് ട്രെയിൻ ഇറങ്ങുന്ന പോലെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അടിപൊളി. ഒരു കുഞ്ഞ് സ്റ്റേഷൻ, ഒരു കുഞ്ഞ് ട്രെയിനിൽ വന്ന് ഒരു കുഞ്ഞ് സ്റ്റേഷനിൽ നമ്മൾ വന്ന് ഇറങ്ങി. ട്രെയിൻ പാളിയും വിട്ടു. ടെക് ട്രാവലീറ്റിൻ്റെ 55ാമത്തെ രാജ്യം അതാണ് ക്രൊയേഷ്യ. ദാരിദ്ര്യമാണല്ലോ. അണ്ടർപാസൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താ അവിടുത്തെ അവസ്ഥ, എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന്. അയ്യോ ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും നമുക്ക് ഈ ദാരിദ്ര്യ കാഴ്ചകളാണ് മൊത്തത്തിൽ കാണുന്നത്. നമ്മൾ ഗ്രീസൊക്കെ ഇനി എങ്ങനെയാണോ എനിക്കറിയത്തില്ല. ഗ്രീസൊക്കെ പിന്നെ പണ്ട് മുതലേ ഷെങ്കനിലുള്ളതുകൊണ്ട് അത്യാവശ്യം ഡെവലപ്ഡ് ആയിരിക്കണം. പക്ഷേ ഇതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇവർക്ക് കഴിഞ്ഞ വർഷം വരെ കുന എന്ന് പറഞ്ഞൊരു കറൻസി ഉണ്ടായിരുന്നു. ഹായ് ശരത് അല്ലേ? നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ക്രൊയേഷ്യ. താങ്ക് യു. എന്താ വിശേഷം? ഇയാൾ എന്ത് ചെയ്യാം അവിടെ? ബിസിനസ് തുടങ്ങി. ശരത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടു. ഈ ട്രിപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ മറ്റേ ഓസ്ട്രിയയിലും പിന്നെ ഇന്ന് കുറേ പേരെ കണ്ടു. ഇന്ന് കുറേ പേരെ കണ്ടു. അപ്പോൾ അവിടെ പുറത്ത് ഇറങ്ങി വന്നു. ഇവിടെ മുമ്പിൽ തന്നെ കാണുന്ന അതേ ആ ഹോട്ടലിൽ ഞാൻ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ നിൽക്കണം. അതാണ് ഫസ്റ്റ് പരിപാടി. രാത്രി ഇപ്പോൾ സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9:15. ഞാൻ ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നു. കൊള്ളാമല്ലേ? രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും എന്തൊക്കെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ കാണാം. നമുക്ക് ആദ്യം ഹോട്ടലിൽ പോട്ടെ, മതിയായി. തൊണ്ടയൊക്കെ അടപ്പ് കയറിച്ച് ഇന്ന് സംസാരിച്ച് നമുക്ക് റൂമിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് ഹോട്ടലെത്തി. ഇതാണ് ഹോട്ടൽ സെൻട്രൽ. കയറി വന്നപ്പോൾ തന്നെ സിഗരറ്റിൻ്റെ വാട എൻ്റെ അമ്മ ഒന്നും പറയണ്ട. അപ്പൂപ്പിനിരിപ്പുണ്ട്. ഹലോ, ഹൗ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ഫ്രം ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ സഗ്രിബ്. രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബാഗൊക്കെ അവിടെ വെച്ച് ഞാൻ ഇറങ്ങി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ശരത്തും രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ശരത്തും കൂടെ ഞങ്ങളിപ്പോൾ അവിടെ സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഇന്നലെ ഞാൻ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഞാൻ അവിടെ ആ ഹോട്ടലിലാണ് താമസിച്ചത്. ഇവിടെ അതിന് മുമ്പിലുള്ള വലിയൊരു സ്ക്വയർ, അതിൻ്റെ ബാക്കിൽ നമ്മുടെ ഓപ്പറ തിയേറ്റർ പോലെ ഒരു വലിയൊരു കെട്ടിടമൊക്കെ കാണാം. എന്താ സംഭവം എന്നറിയില്ല, അങ്ങോട്ട് നടന്നു നോക്കണം. ഒരു സാധാരണ നമ്മൾ ഈ ഒരു ഈസ്റ്റേൺ യൂറോപ്പിൽ കാണുന്ന ആ ഒരു ഡിറ്റോ സ്ഥലം തന്നെയാണ് ഇതും. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ടണലുണ്ട്. ആ ടണൽ കാണാൻ വേണ്ടി നമുക്ക് പോകണം. ആ ടണൽ ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. സിറ്റിക്കുള്ളിൽ ഒരു ഗംഭീര ഒരു ടണലുണ്ട്. ആ ടണൽ കാണാൻ പോകണം. ധാരാളം ട്രാമുകൾ തലങ്ങും നമുക്ക് സിറ്റിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാം. നമ്മളിപ്പോൾ നടക്കാൻ തീരുമാനിച്ചു. ട്രാം രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചു. നടന്നു പോയിട്ട് തിരിച്ച് ട്രാമിൽ കയറി വരാം.
ഇവിടെ നഗരത്തിൽ വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. ഈ ബോർഡ് എന്ന് പറയുന്നത് സൈൻ ബോർഡുകളാണ്. ഓരോരോ സ്ഥലങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എങ്ങോട്ടാണ് എന്തൊക്കെയാണ്. ക്രൊയേഷ്യൻ റെയിൽവേ മ്യൂസിയം, ഇവിടെ ഒരു റെയിൽവേ മ്യൂസിയം ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ സിറ്റിയിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ടോ അതെല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ KSRTC ബസ്സിൽ അതേപോലത്തെ ഒരു പഴയ ട്രാം. ഇന്ന് അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഈ യൂറോപ്പിൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയിട്ട് ഏത് നഗരത്തിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ട്രാമുകൾ, കുറച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ, പിന്നെ അവിടുത്തെ ഒരു ഓൾഡ് ടൗൺ, കല്ലിട്ട് വെച്ചിരിക്കുന്ന ഓൾഡ് ടൗൺ, അവിടുത്തെ സെറ്റപ്പുകൾ, പിന്നെ ഒരു കാസിൽ ഒരു കോട്ട, ഒരു ഇതൊക്കെ തന്നെയാണ് എല്ലാ നഗരത്തിൽ പോയാലും കാണുന്നത്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും വല്ല എവിടെയെങ്കിലും കണ്ടാലേ ബാക്കി എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. ഇത് കണ്ട് നമുക്ക് മടുക്കും. ഇവിടെ ഇല്ലേ കോട്ട? എനിക്ക് ഇത് കോട്ട കാണണ്ട. ഞാൻ കോട്ട കണ്ട് മടുത്ത് ട്രാക്കുള കോട്ടയിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ. യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ കോട്ട മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ള സംഭവമാണ് ഫ്രീ വൈഫൈ. അതും ഇവിടെ വലിയ സംഭവമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രീ വൈഫൈ. നമ്മളിപ്പോൾ ഉള്ള ഈ രാജ്യങ്ങളൊക്കെ ശരിക്കും എക്സ്ട്രീം വിൻ്റർ വരാത്ത രാജ്യങ്ങളാണ്. ഇവിടെ യൂഷ്വലി നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു സമയത്തുള്ള പോലെ തന്നെയാണ്. ഇവിടെ അങ്ങനെ സിറ്റീസിലൊന്നും വലിയ സ്നോഫോളും കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല. സിറ്റീസിൽ വരത്തില്ല, പിന്നെ വല്ല മൗണ്ടൻ പാസുകളിൽ മാത്രമേ കാര്യമായിട്ടുള്ള സ്നോവും മറ്റുമൊക്കെ വരുള്ളൂ. എല്ലാ നഗരമധ്യത്തിലും ഇതുപോലെയുള്ള വലിയ വലിയ പാർക്കുകൾ ധാരാളം ഉണ്ടാവും. ഈ ഒരു സൈൻ ബോർഡ്സ് എല്ലായിടത്തും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മ്യൂസിയങ്ങളുടെ നാടാണെന്ന് തോന്നുന്നു. എന്തോരം മ്യൂസിയമാണ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതാണോ ഉള്ളതാണോ? മ്യൂസിയം ഓഫ് ഹാങ് ഓവേഴ്സ്, മ്യൂസിയം ഓഫ് റോക്ക് ആൻഡ് റോൾ, മ്യൂസിയം ഓഫ് ബ്രോക്കൺ റിലേഷൻഷിപ്പ്. എന്തുവാടേ ഇത്? ക്രൊയേഷ്യ, ദ ലാൻഡ് ഓഫ് മ്യൂസിയം. ചേർത്ത് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേ? സിറ്റിയിലോട്ട്. ഇത് സിറ്റി അല്ലേ? നമ്മളിപ്പോൾ മെയിൻ സ്ക്വയറിലോട്ട് പോകണം. അയ്യോ, നമ്മുടെ പഴയ ഓൾഡ് ടൗൺ അല്ലേ? ഇവിടെ ഓൾഡ് ടൗൺ ഇല്ല, പുതിയ ടൗണാ? ഇവിടെ ഒരു ചെറിയൊരു സെന്റർ. ഓക്കെ. ശരത്ത് തിരുവനന്തപുരംകാരനാണ്. കോവളം എക്സാക്ട് പറഞ്ഞ അല്ല, കോവളം അല്ലല്ലോ. കോവളമാണ്. കോവളത്തായിരുന്നു ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. പൂവാറുകാരനാണ് ശരത്ത്. ഇവിടെ ഇപ്പോൾ 2 കൊല്ലമായി അല്ലേ? 2 വർഷം ആവുന്നു. ഇവിടെ ചെറിയ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. പിന്നെ ശരത്ത് എൻ്റെ ഒരു ഫോളോവറാണ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ 2 ദിവസമായിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു, കണ്ടു. ഇവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എർത്ത് ക്വേക്ക് എന്തോ നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ ഇപ്പം റിനോവേഷനൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കിഴക്കൻ യൂറോപ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ദാരിദ്ര്യ യൂറോപ്പിൻ്റെ ഫീലൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള പല രാജ്യങ്ങളിലും നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്ന് ആക്ച്വലി ഞാൻ ഇവിടുന്ന് ബോസ്നിയയ്ക്ക് പോകും. ബോസ്നിയ ഷെങ്കനിലല്ല, അത് ബാൽക്കൻ രാജ്യമാണ്. അതിനുശേഷം മറ്റ് പല ബാൽക്കൻ രാജ്യങ്ങൾ നമ്മൾ സന്ദർശിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഗ്രീസിൽ കയറും, പിന്നെ അവിടെ നിന്ന് ഇറ്റലി പോകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഗ്രീസ് ഇറ്റലിയൊക്കെ എങ്ങനെയാണ്? ഇറ്റലി നമ്മൾ കണ്ടാണ് ഓൾറെഡി. ഗ്രീസ് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്, ഇവരിപ്പോൾ റീസെൻ്റായിട്ട് ആണ് ഷെങ്കനിൽ കയറിയത്. അതായത് യൂറോപ്യൻ യൂണിയനിൽ വന്ന് ഷെങ്കനിൽ മെമ്പർഷിപ്പ് ലഭിച്ചിട്ട് അധികം വർഷമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഷെങ്കനിൽ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിന് പലതരത്തിലുള്ള സഹായവും പിന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഹെൽപ്പും ഒക്കെ ഈ ഷെങ്കൻ യൂണിയനിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ? നഗരഹൃദയത്തിൽ തന്നെയുള്ള ഒരു പാർക്കിംഗ് ലോട്ട്. എന്താണ് ഇതിന് ഒരു പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഈ ഒരു സ്ഥലത്ത് പണ്ട് 1867 ഇവിടെ നിർമ്മിക്കപ്പെട്ട ഒരു ജൂയിഷ് സിനഗോഗ് ഉണ്ടായിരുന്നു. അത് 1941 ഫാസിസ്റ്റ് അധികാരികൾ അത് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥം ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ഒരു ബോർഡ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ സിറ്റി സെൻട്രൽ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഭാഗ്യമുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഈ ഒരു സിറ്റി സെൻട്രൽ സ്ക്വയർ. ഇവിടെ റോഡിൽ വണ്ടികളെക്കാട്ടി കൂടുതൽ ട്രാമുകളാണ് കൂടുതൽ ഓടുന്നത്. ട്രാമിൻ്റെ വഴികളാണ് മൊത്തം. ആ കാണുന്ന റെയിൽ പാളങ്ങളുടെ മുകളിലൂടെ ആയിരിക്കും വണ്ടികളൊക്കെ പോകുന്നത്. ഇവിടെ എന്തോ ഒരു ഇവൻ്റ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നുണ്ട്. ആ ഇവൻറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയുള്ള മറ്റേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തോ വലിയൊരു ഗംഭീര പരിപാടിയാണ്. എന്തായാലും സഗ്രിബ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രാജ്യത്തിൻ്റെ സ്ഥലപ്പേര് ഞാൻ കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത്, കാരണം സഗ്രിബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മുസ്ലിം നെയിമായിട്ടൊക്കെ ഫീൽ ചെയ്യുമല്ലോ. അപ്പം ഇവിടെ ധാരാളം മുസ്ലിംസൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ആക്ച്വലി ആദ്യം കരുതി. പക്ഷെ അല്ല, അങ്ങനെയല്ല സംഭവം. ഇവിടെ
മുസ്ലിംസ് കുറവാണ്, ഇവിടെ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ, സാധാരണ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ തന്നെ. പക്ഷേ നമ്മളിനി പോകുന്ന ബോസ്നിയ എന്ന രാജ്യത്ത് നമുക്ക് ധാരാളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇത് നമ്മുടെ കൊന്നപ്പൂ പോലെ ഉണ്ടല്ലോ, നോക്കി ഇത് ഭംഗിയുള്ള പൂവെന്ന് നോക്കി. നല്ല പൂക്കളൊക്കെ വിൽക്കുന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ പല ഗ്രാമങ്ങളിൽ നിന്നും ഇവരുടെ നഴ്സറികളിൽ നിന്നുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൂക്കളായിരിക്കണം. അതിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് വിൽക്കുന്ന പൂക്കളും ചെടികളും അങ്ങനെയുള്ള പല സംഭവങ്ങളും. ഒരു വെജിറ്റബിൾ മാർക്കറ്റ്. ഞാൻ ഇങ്ങനെയൊന്നുള്ള മാർക്കറ്റൊന്നും ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതെന്താ വെജിറ്റബിൾസ്? ഇത് മറ്റേ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ വെച്ച് വിൽക്കുന്ന, ഇത് നമ്മുടെ ബെൽ പെപ്പർ അല്ലേ? അത് ഫ്രൂട്ട്സ് അല്ലല്ലോ, അത് മറ്റേ വെജിറ്റബിളാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്. നല്ല അടിപൊളി വെട്ടിത്തിളങ്ങുന്ന ഫ്രൂട്ട്സും നല്ല ഭംഗിയുള്ള സംഭവങ്ങളും. ഇത് ശരിക്കും നമ്മളൊരു ഇങ്ങനെയുള്ള സംഭവം നമ്മളൊരിക്കലും ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് ഞാനിതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ദിസ് ഈസ് സംതിങ് ഡിഫറെൻ്റ് അല്ലേ? ഇത് മൊത്തത്തിലൊരു മാർക്കറ്റ് ഏരിയ സ്ഥലമാണ്. ഇവിടെ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ എങ്ങനെ? ഇത് എക്സ്പെൻസീവ് ആണ്. ആണോ? എക്സ്പെൻസീവ് ആണോ? ഷോപ്പിൽ വാങ്ങണ എക്സ്പെൻസീവ് ആണ്, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇവിടുത്തെ പ്രൈസ് കണ്ടിട്ട് എനിക്ക് സാധാരണ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ടാണ് തോന്നിയത് ഓരോ സാധനങ്ങളുടെ. അപ്പോൾ അതിലും കുറവാണോ ഷോപ്പിൽ? അതിലും കുറവാണ് ഷോപ്പിൽ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ജീവിക്കാനുള്ള ചിലവ് എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പം എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ദിവസം. അതിപ്പോൾ ശങ്കനി കയറിയല്ലോ, അപ്പോൾ എക്സ്പെൻസീവ് ആവും. അതങ്ങനെയാണല്ലോ. കാരണം ഇവർ കഴിഞ്ഞ വർഷം വരെ മറ്റേ കുന്നെന്നും പറഞ്ഞ് ഇവരുടെ ഒരു കറൻസി ഉണ്ടായിരുന്നു, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 2023 വരെ അല്ലേ? അത് മാറ്റി ഇപ്പോൾ ഇവർ യൂറോ ആക്കി തുടങ്ങി. അപ്പോൾ വീണ്ടും ഇനി എക്സ്പെൻസീവ് ആവും. യൂറോ ആയതിനു ശേഷം ഡബിൾ ആവും സ്വാഭാവികമായിട്ടും. അതങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ. അതെ, കുറച്ച് കുൻ കിട്ടാൻ വഴിയുണ്ടോ? എനിക്ക് കളക്ഷനുണ്ട് കുൻ. ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രൽ കാണാൻ സാധിക്കും. അതിൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 10-25 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് എന്ന് നമുക്ക് ആ ഹൈറ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത്ര ഉയരമായിട്ടുണ്ട്. ഇത് ബേസിക്കലി ഒരു 13th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. ഇതും ഭൂകമ്പത്തിൽ ഒരു ചെറിയ രീതിയിൽ ചെറുതല്ല വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച് പിന്നീട് അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം ഏഷ്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്നൊക്കെ ശരത്തിനോട് പറയുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് നമ്മളിങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു 2-3 നില ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ മീറ്റ് മാർക്കറ്റ് കാണാൻ സാധിക്കും. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താഴേക്ക് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ഇവിടെ ഈ ഒരു വലിയൊരു മീറ്റ് മാർക്കറ്റ് ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഒരു മീറ്റ് മാർക്കറ്റ് ഏരിയ ആണ്. മീറ്റും വെജിറ്റബിളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. വളരെ വൃത്തിയുള്ള ഒരു മാർക്കറ്റ്. ഫുൾ ഇതുപോലെ എക്സോസ്റ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ഒരു സ്മെല്ലും ഇല്ലാതെ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു മാർക്കറ്റ്. ഇവരൊക്കെ ഇവിടെ തന്നെ ഉള്ളവരായിരിക്കുമോ? ആയിരിക്കും അല്ലേ? പഴയ കാണുമ്പോഴത്തേക്കിനും നമ്മളെ പല സോവിയറ്റ് രാജ്യങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്തൊരു ഫീലുണ്ട് ഇതുപോലെയൊക്കെ. ഇതൊന്നും ഞാൻ യൂറോപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാഴ്ചകളല്ല സുഹൃത്തുക്കളെ. ലെഗിങ്സ് വിൽക്കാൻ വേണ്ടി ലെഗിങ്സ് ഫോർ മെന്നോ? ലെഗിങ്സ് ഫോർ മെൻ. ജിപ്സികളാണ് അവർ? ജിപ്സികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല നാടുകളിൽ ഇങ്ങനെ മാറി മാറി നടക്കുന്ന ആൾക്കാർ. പക്ഷെ അവർ ആർ ദേ കൺസിഡേർഡ് ആസ് ഇമിഗ്രൻസ്? അല്ല, അങ്ങനെയാണോ? അവരിപ്പോൾ ഇവിടെ സെറ്റിലാണ്. ഓ, അത് ശരി. വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന ഒരു ഫുഡ് സ്ട്രീറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുഡ് സ്ട്രീറ്റിൽ ഫുഡ് പോയിട്ടൊരു ഈച്ച പോലും ഇല്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആകുമ്പോഴേ ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുള്ളൂ. അതിങ്ങനെയാണല്ലോ, എല്ലാം നേരത്തെ അടച്ചിട്ട് അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമല്ലോ, അതാണല്ലോ അവരുടെ പരിപാടി. അപ്പോൾ അത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഭക്ഷണവും പിന്നെ ബിയറും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടില സ്ഥലം. എനിക്കിങ്ങനെ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വൈകിട്ടത്തെ വൈബ് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കിങ്ങനെ ഊഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും, ഉറപ്പല്ലേ? അതെ, ആ ഫുഡ് സ്ട്രീറ്റിനിടയ്ക്ക് ഒരു ഒതൻറ്റിക് ഇന്ത്യൻ കുസിൻ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇത് ചെറിയ മല പോലത്തെ സ്ഥലമാണല്ലേ ഈ സിറ്റി മൊത്തം? അവിടെ എവിടെ? കാരണം അതൊരു മലയുടെ മേളിൽ കുറേ കെട്ടിടങ്ങൾ, ഇപ്പുറത്ത് ചെറിയൊരു കോട്ടമതിൽ പോലെ. ഇതെല്ലാം മറ്റേ ആ ഒരു പബ് സ്ട്രീറ്റ് ഏരിയ ആണ് കേട്ടോ. പബ്ബുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അതായത് ഇവിടെ അപ്പർ സിറ്റി, ഡൗൺ സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിറ്റിയുടെ മുകൾ ഭാഗം, താഴ്ഭാഗം അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത്. ഈ ക്രൊയേഷ്യ എന്ന് പറയുന്നത് ഇവർ ഈ ഹാൻഡ് ബോളിലും അതേപോലെ തന്നെ ഫുട്ബോളിലും അത്യാവശ്യം നല്ല പേര് കേട്ട ആൾക്കാരാണ്. നിങ്ങൾ ക്രൊയേഷ്യയുടെ ടീമിൻ്റെ കളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പുറകിൽ കുറേ കുട്ടികൾ ടൂറ് പോകാനായിട്ടോ മറ്റോ വരുന്നുണ്ട്.
അവർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കുറേ നേരമായിട്ട് ഞങ്ങളുടെ കൂടെ പുറകിലുണ്ടായിരുന്നു. അവരെന്തോ സ്കൂളിൽ നിന്നോ മറ്റോ എവിടെ നിന്നോ ടൂർ കൊണ്ടുപോകുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. കുറേ പേരുണ്ടല്ലോ ഇവരിത്. യു മീൻ ദിസ് സ്റ്റെപ്സ് ആണല്ലേ? ഇത് രാവിലെ ഇത് 18-ാം പടിയൊന്നും അല്ലല്ലോ, ഇത് 18-ൻ്റെ 10 ഉണ്ടാവും. 1800 പടി ഉണ്ടല്ലോ. മറ്റേ 180 അല്ല, 1800 അല്ല 180. മൊത്തത്തിൽ കിളിയാണ്. എടാ ഈ സ്റ്റെപ്പ് കയറണമല്ലേ ഇത് മൊത്തം? വെരി ഗുഡ്, കയറാം. ഇങ്ങനെ രാവിലെ ഇറങ്ങി കുറേ സ്റ്റെപ്പൊക്കെ കയറി പകുതിക്ക് എത്തി കേട്ടോ. ഇനിയുണ്ട് കുറച്ചും കൂടെ. അയ്യാ മടുത്തേ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പെല്ലാം കയറി മുകളിലെത്തിയപ്പോൾ ഈ തിരുവനന്തപുരംകാരൻ ക്ലാപ്പം പറയുവാണ് കഴിഞ്ഞില്ല, ഇനിയും പോകണം, അതിൻ്റെ ഇനിയും മേളിൽ പോകണം. എന്നോടാ ഇങ്ങനെ ഉപദ്രവിക്കാറാ, ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തോടാ? എടാ വയ്യാത്തവനല്ലടാ ഞാൻ, അതെങ്കിലും മനസ്സിലാക്കണം. രാവിലെ ആശുപത്രിയിലല്ല മറ്റേ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചു. ചുമയുണ്ട് ഇപ്പം. അങ്ങനെ സ്റ്റെപ്പെല്ലാം കയറി മേളിൽ വന്നപ്പോഴത്തേക്കിനും ബോഡി നല്ല ചൂടായി. ഇവിടെ കയറി വന്നപ്പോൾ ഒരു പഴഞ്ചൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ മ്യൂസിയം ഓഫ് ബ്രോക്കൺ റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ ഫ്യൂണിക്കുലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈൻ ബോർഡുകളും കാണാം. ഞാനിനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്നത് സെയിൻറ്റ് മാർക്സ് ചർച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചാണ്. ആ ചർച്ചിൻ്റെ മുകളിൽ ക്രൊയേഷ്യൻ ഫ്ലാഗാണ് ആ ഒരു ഓടിൽ, ചർച്ചിൻ്റെ മുകളിലത്തെ ആ ഒരു ഓടിൽ ഇങ്ങനെ ചിത്രപ്പണികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ഈ പോലീസുകാർ നിൽക്കുന്ന ഈ കാണുന്ന കെട്ടിടം കണ്ടോ? ഇതാണ് ഇവരുടെ ഗവൺമെൻറ് ബിൽഡിംഗ്, അതായത് പാർലമെൻറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നത്. എടാ നീ പറഞ്ഞ ഉറപ്പാണല്ലോ അല്ലേ? ഞാനത് ഗൂഗിൾ മാപ്പിൽ നോക്കി കൺഫേം ചെയ്തു. ഇതാണ് ഇവരുടെ പാർലമെൻറ്റ് ബിൽഡിംഗ്. ഇത് നമ്മുടെ എറണാകുളം കോർപ്പറേഷൻ ബിൽഡിംഗ് ഇതിലും വലുതാണല്ലോ. ഇത്രേ ഉള്ളൂ. ഈ പള്ളി കോമ്പൗണ്ടിനകത്ത് അകത്ത് കുറേ ഓടി വണ്ടികളും കാറും ബെൻസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. ദൈവമേ, ഇതാണോ പാർലമെൻറ്റ്? മുമ്പിൽ പോലീസുകാരൊക്കെ നിന്ന് സ്കെച്ച് ഇടുന്നുണ്ട്. നമുക്ക് പതുക്കെ നീങ്ങാം. നമ്മൾ ഈ ഒരു യാത്രയിലേ കുറേ രാജ്യങ്ങളിലെ പാർലമെൻറ്റ് മന്ദിരങ്ങളൊക്കെ കണ്ടില്ലേ? എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ റൊമേനിയയിൽ പോയപ്പോഴാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഭാരം കൂടിയ പാർലമെൻറ്റ് മന്ദിരം കണ്ടത്. എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ കണ്ടതിൽ ഏറ്റവും ചെറുതും ഏറ്റവും സിമ്പിളുമായിട്ടുള്ളൊരു പാർലമെൻറ്റ് മന്ദിരമായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ ക്രൊയേഷ്യയിൽ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുറകു വശത്തുകൂടിയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കുന്നത്. വളരെ കുറച്ച് ദിവസവും മാത്രമാണ് ഞാൻ ഓരോ രാജ്യത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ആ നിൽക്കുന്ന സമയം കൊണ്ട് പരമാവധി കാഴ്ചകൾ നമുക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇത് ഓട്ടപ്രദക്ഷിണമാണ്. കംപ്ലീറ്റ് മാക്സിമം കൺട്രീസ് കവർ ചെയ്ത് യൂറോപ്പ് തീർത്ത് UK എത്തുക എന്നുള്ളതാണ്, KLTUക്ക് യാത്ര തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് നല്ലൊരു സമയം നോക്കി സമ്മറിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഓരോ രാജ്യങ്ങളും അതിൻ്റെ ആ ഒരു എസൻസിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ കിടിലൻ വീഡിയോസ്. നാളെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ബൈ.